NGO അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, കട്ടപ്പന. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ നേരിടുന്ന ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെ 2025 ജനുവരി 22 നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ക്ഷാമബത്ത കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, വിലക്കയറ്റം തടയുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണ കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സമരങ്ങളും പണിമുടക്കടക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാർ എന്തിനാണ് നടത്തുന്നത്, അതെന്തിനു വേണ്ടിയാണെന്നൊന്നും ഇന്നത്തെ കേരളത്തിലെ ജീവനക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ സ്വാഗത പ്രസംഗികനും അധ്യക്ഷ പ്രസംഗകനുമല്ല ഇന്നത്തെ ഈ പ്രതിഷേധ കൂട്ടായ്മയെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും സ്നേഹമുള്ള ജീവനക്കാരെ, നമുക്കറിയാം 2016 മെയ് മാസത്തിൽ അധികാരമേറ്റ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റ നാൾ മുതൽ നമുക്കറിയാം അവര് ഉയർത്തിയ മുദ്രാവാക്യം എല്ലാം ശരിയാക്കുമെന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2016 മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഭരണം ഒഴിഞ്ഞു പോകുമ്പോൾ തുടർ ഭരണവുമായി അല്ലെങ്കിൽ തുടർന്ന് ഒരു സർക്കാർ ഇവിടെ അധികാരമേറ്റപ്പോൾ ഇവിടത്തെ പൊതുജനങ്ങളും ജീവനക്കാരും അധ്യാപകരും പെൻഷൻ സമൂഹവും എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി ആ ഒരു സർക്കാർ ഇവിടെ തുടങ്ങാൻ വേണ്ടി LDF സർക്കാർ ഇവിടെ അധികാരമേറ്റപ്പോൾ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പൊതുസമൂഹവും സർക്കാർ ജീവനക്കാരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഭരണം തുടങ്ങി ഇങ്ങ് പോകുമ്പോൾ ജീവനക്കാരെയും അധ്യാപകരെയും പെൻഷൻ സമൂഹത്തെയും പൊതുജനങ്ങളെയും അടക്കമുള്ള ആളുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഭരണത്തിൽ ഇവിടെ ഏറിയ ഇടതുപക്ഷ ഗവൺമെന്റ് സമസ്ത മേഖലകളിലും വിലക്കയറ്റം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണത്തിലേറിയത്. ജീവനക്കാരെ സംബന്ധിച്ച് അധികാരമേറ്റ നാൾ മുതൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേരള ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയും. ജില്ലാ വൈസ് പ്രസിഡന്റ് KC ബിനോയ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. KLGSA സംസ്ഥാന കമ്മിറ്റി അംഗം ജിൻസിറിയക്, KLGSA യൂണിറ്റ് പ്രസിഡന്റ് നടരാജൻ CN, NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജൻ സെബാസ്റ്റ്യൻ, ബ്രാഞ്ച് സെക്രട്ടറി ഉല്ലാസ് കുമാർ, ഷാൻറ്റി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സണ്ണി തോമസ്, മുഹമ്മദ് സാബിർ, ബേബിച്ചൻ, രാജേഷ്, PC ശിവകുമാർ, ബിൻസി ഷാജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, ഇടുക്കി കവല. വീട് എന്നത് ഒരു സ്വപ്നമാണ്. ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ്. വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പന്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും. വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, കട്ടപ്പന.